രണ്ടാമതായിട്ട് ഈ വിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും സഹനങ്ങളെ എങ്ങനെ നഷ്ടമാക്കാതെ ദൈവത്തിനുമ്പിൽ ലാഭമാക്കാമെന്ന് പഠിപ്പിച്ച ജീവിതമാണ് യൗസേപ്പിതാവിൻ്റെ. മാനുഷികമായ കാഴ്ചപ്പാട് നമ്മൾ നോക്കി, മനസ്സമ്മതം കഴിഞ്ഞ അന്നു മുതൽ ജീവിതത്തിൽ എന്നും കുരിശിൻ്റെ അനുഭവങ്ങളാണ്. പരിശുദ്ധ കന്യകാമറിയത്തുള്ള ജീവിതത്തിന് മുമ്പും തുടർന്നുള്ള ജീവിതത്തിലും എല്ലാം ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും മാത്രം ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ എന്ന് നമ്മുടെ സാധാരണമായ ഭാഷയിൽ പറയുമ്പോൾ അങ്ങനെ കടന്നുപോയ ഈ ജീവിതം പറയും സഹനങ്ങൾക്കൊരു സൗരഭ്യമുണ്ട്. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ യൗസേപ്പിതാവിനെ ഇത്ര ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ ഈശോയുടെ വളർത്തുപിതാവായി, നമ്മുടെ വളർത്തുപിതാവായി, നമ്മുടെ കുടുംബത്തിൻ്റെ കാവൽക്കാരനായി, വിശേഷണങ്ങളിൽ സമ്പന്നനായി നിൽക്കുന്ന ഈ വിശുദ്ധനെ പോലെ മറ്റൊരു വിശുദ്ധാത്മാവില്ല. ഇത്രയും ജീവിതത്തോട് ചേർന്ന് പിടിക്കാൻ ഒരു കാരണം തൻ്റെ ജീവിതത്തിൻ്റെ സഹന അനുഭവങ്ങളെ ദൈവിക പദ്ധതികളോട് ചേർത്ത് ജീവിച്ചതുകൊണ്ട് ഈ സഹനങ്ങളൊന്നും മഴവെള്ളം പോലെ ഒഴുക്കിക്കളയാതെ കൃപയുടെ കൽഭരണിയിലേക്ക് ചേർത്ത് വെച്ചതുകൊണ്ടാണ് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ജീവിതമൊക്കെ നമ്മുടെ കുടുംബങ്ങളുടെയും ജീവിതങ്ങളുടെയും മാധുര്യമുള്ള ജീവിതമായി മാറാനുള്ള കാരണം. സഹനങ്ങളെ നഷ്ടപ്പെടുത്താതെ ലാഭമാക്കാമെന്ന് പഠിപ്പിച്ച ഒരു MBA-കാരൻ്റെ വിവേകവും ബുദ്ധിയുമുള്ള യൗസേപ്പിതാവ് എന്ന കാലഘട്ടത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം. സാധാരണ നമ്മളൊക്കെ പ്രാർത്ഥിക്കും, നമ്മളൊക്കെ ആഗ്രഹിക്കും, ദൈവമേ സുഖങ്ങൾ മാത്രം മതി, സന്തോഷങ്ങൾ മാത്രം മതി. ആരും ഒരുപക്ഷെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല, ദൈവമേ സഹനങ്ങൾ നൽകണം, ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ ചെറുതും വലുതുമായ സഹനങ്ങൾ നൽകണമെന്ന് ആരും പ്രാർത്ഥിക്കാറില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് നിയോഗങ്ങൾ. യൗസേപ്പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയും, ഇത്രയും ഈ കാലഘട്ടം ഈ ഭൂമിയിൽ ജീവിച്ച എൻ്റെ ജീവിതത്തിൽ ഇനി സ്വപ്നങ്ങളൊന്നുമില്ല, ദൈവം എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി തന്നു, എനിക്കൊരു മരണം മാത്രം മതി എന്ന് നമുക്ക് പറയാനുള്ള ഒരു കൃപയൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? സ്വപ്നങ്ങൾക്ക് ടാക്സും ഇല്ല, ആഗ്രഹങ്ങൾക്ക് GSTയും ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം പോലെ സമ്പത്തിനെക്കുറിച്ചും സൗഭാഗ്യങ്ങളെക്കുറിച്ചും സുഖസുഷുപ്തിയെക്കുറിച്ചൊക്കെ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അവിടെയാണ് യൗസേപ്പിതാവ് പറയുക, സഹനങ്ങൾക്കും ഒരു സൗരഭ്യമുണ്ട്, അതൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ ജീവിതത്തിൻ്റെ ദൈവത്തോടുള്ള ജീവിതത്തിൽ നിനക്കിരിപ്പിടം സ്വന്തമാണ്, മറ്റുള്ളവൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നിനക്കുറപ്പാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യൗസേപ്പിതാവ്.